ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാനും കുട്ടികളും കൂടി ഇന്നൊരു ലോങ് ട്രിപ്പ് പോവാണ് കേട്ടോ. നമ്മൾ ടൂർ പ്രോഗ്രാമും കാര്യങ്ങളൊന്നുമല്ല, ഉണ്ണിക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ നേരത്തെ തന്നെ ഒരു 6:15 ആകുമ്പം ചങ്ങരംകുളത്ത് വന്നു. KSRTC ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 6:45 ആകുമ്പം ബസ് വന്നു. രാവിലെ നേരത്തെ എണീറ്റുകൊണ്ട് അച്ചൂര് സൈഡ് പിടിച്ച് ഉറക്കം തുടങ്ങി കേട്ടോ. കുറച്ച് നേരം ഒന്ന് പോയി തുടങ്ങിയപ്പോഴേക്കും നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു. പുറത്തെ കാഴ്ചകൾ കാണണം എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് കൊച്ചി വരെയൊക്കെ ഇങ്ങനെ ബസ്സിലിരുന്ന് പോകുമ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഇരിക്കണമെങ്കിലും ഫുൾ മഴ ആയതുകൊണ്ട് മൂടി അടച്ച ഒരു ബസ്സിനകത്തായിരുന്നു ഇരുന്നത് കേട്ടോ. നമ്മളിവിടെ കൊച്ചി വന്നു, അവൻ്റെ അഡ്മിഷനും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി. അത് കഴിഞ്ഞ് നേരെ ഊണ് കഴിക്കാനുള്ള നേരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ വന്നിട്ട് ഈ ഒരു ഹോട്ടലിൽ കായീസ് അവിടെ വന്ന് ഞാൻ മീൽസ് കഴിച്ചു. കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചു. ഞങ്ങൾ നേരെ മറൈൻ ഡ്രൈവിലേക്കാണ് പോയത് കേട്ടോ. ഞാൻ ഒരുപാട് പേരുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് കൊച്ചിയിൽ ഞാൻ 5-6 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു പരിസരത്തിലേക്ക് വന്നിട്ടില്ല കേട്ടോ. നമ്മൾ വെള്ളത്തിൻ്റെ അടുത്ത് ജീവിച്ച് വളർന്നവരായതുകൊണ്ട് വെള്ളം ഒന്നും ഭയങ്കര സംഭവമല്ല. നമ്മളത് കാണുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. നമ്മുടെ പഴയ വീഡിയോസ് കാണുന്നവർക്കറിയാം, നമ്മുടെ നാടും മൊത്തം വെള്ളത്താൽ ചുറ്റപ്പെട്ടുള്ള ഒരു നാടാണ്. അപ്പം സിനിമകളിൽ പാട്ടിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു സ്റ്റെപ്സൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എന്താ പറയുക, ഒരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ. അവസാനം കണ്ടത് സർവ്വമായല തോന്നുന്നുണ്ട്, ഡെലൂലുവിൻ്റെ ഡാൻസിന് നിവിൻ പോളിയും ഡെലൂലും കൂടിയിട്ട്. അപ്പം ഞാൻ അച്ചുവിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, ദേ അതാണ് ഈ സ്ഥലം എന്ന്. പിന്നെ നമുക്ക് ശരിക്കും നമ്മുടെ നാട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അടുത്തല്ലാത്തത് കൊണ്ട് തന്നെ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് അവിടുത്തെ കാര്യങ്ങളും പഴയ ലൈഫും ഒക്കെ ഒന്ന് ഓർത്ത് പോയി കേട്ടോ. പിന്നെ ബോട്ടിൽ യാത്ര ചെയ്യാൻ അച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അവസാനം ബോട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് വയനാട് പോയപ്പം പൂക്കോട് ലേക്കിൽ അവിടെ ഈ ബോട്ടിലെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം അവിടെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിപ്പം കുറേ വർഷമായി. അപ്പം ബോട്ടിൽ പോകാമെന്ന് കുറേ തീരുമാനം എടുത്തു. വേണോ വേണ്ടേ വേണോ വേണ്ടേ ഇങ്ങനെ ഒരു 4-5 പ്രാവശ്യം ആലോചിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടതല്ലേ എന്ന് കരുതി, ഞാനായിട്ട് മുടക്കണ്ടെന്ന് കരുതി അങ്ങനെ പോവാന്ന് വിചാരിച്ചു. അപ്പം ബോട്ടിലെ ചേട്ടൻ കുറേ ഓഫറുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിത് അവിടെ വില്ലിംഗ്ടൺ ഐലൻഡ് കാണാം, പിന്നെ ബോൾഗാട്ടി പാലസ് കാണാം, കപ്പൽ കാണാം, ഇതൊക്കെ നമുക്ക് പറഞ്ഞു. അപ്പോൾ കുട്ടികളും നല്ല സന്തോഷത്തിലായിട്ടോ. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി വെള്ളത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ കാല് കടന്ന് വിറക്കിയായിരുന്നു കേട്ടോ. കുറച്ച് നേരം അങ്ങനെ ബോട്ടിനകത്ത് ഇരുന്നപ്പോൾ ആ പേടി ഒന്നും മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബോട്ട് ഓടിക്കുന്ന ചേട്ടൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വിവരിച്ച് തരുമ്പോൾ നമ്മൾ ആ ഒരു മൂഡിലേക്ക് പോയി കേട്ടോ. അവിടെ ഇങ്ങനെ കുറേ ഫ്ലാറ്റുകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ആള് കാണിച്ചു തന്നു, ഇതിൽ പേളിമാണി ഉണ്ട്, ധർമ്മജൻ ബോൾഗാട്ടി അവർ താമസിക്കുന്നുണ്ട്, പിന്നെ ജയസൂര്യ താമസിക്കുന്നുണ്ട്. അങ്ങനെ പ്രശസ്തരായ കുറേ പേര്, വേറെ ആരുടെയൊക്കെയോ പേര് പറഞ്ഞു, ഞാൻ മറന്നുപോയി. അവരൊക്കെ താമസിക്കുന്ന ഫ്ലാറ്റുകളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ ആണോ അതെയോ, നമുക്ക് ഇവരെ ഈ പറഞ്ഞ ആളുകളെ ഒന്നും നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും അവർ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ അതിങ്ങനെ നോക്കിയിട്ടോ, അവരല്ലാണ്ട് എത്ര ആൾക്കാരാണ് ഇതിനകത്ത് താമസിക്കുന്നുണ്ടാവുക, പ്രശസ്തരായവരും അല്ലാത്തവരും ആയിട്ടല്ലേ. എന്തായാലും അവരുടെയൊക്കെ ഭാഗ്യം. ഇതേ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയാൽ അതേ എന്ത് രസമുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പം നമ്മളും പണ്ട് നമ്മുടെ വീട്ടിൻ്റെ സൈഡിലിരുന്ന് ഇതുപോലെ വെള്ളം കാണുമ്പോൾ സത്യത്തിൽ ഈ വെള്ളം ഒരു ഒരു സന്തോഷമാണ്, അതേപോലെ തന്നെ നമുക്കൊരു പേടിയാണ് എപ്പോഴും. അതുവരെ നല്ല മഴയായിരുന്നു. പക്ഷെ ഞങ്ങൾ ഈ ബോട്ടിനകത്ത് കയറിയപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മഴ പെയ്തിട്ട് ബോട്ടിൽ സഞ്ചരിക്കുക എന്ന് പറയുന്നത് നല്ല രസമാണ് തോന്നുന്നു. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു യാത്ര ആസ്വദിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ MG ശ്രീകുമാർ സാറിൻ്റെ വീടും കണ്ടു കേട്ടോ. ആളുടെ വീടും ആളുടെ ബോട്ടും കണ്ടു. ഞാൻ ഈ വീട് ഒരു ന്യൂസിൽ എന്തോ മുന്നേ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ഓർമ്മ വന്നു, ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ന്യൂസിലേന്ന്. പിന്നെ ഇതാ നമ്മൾ ബോൾഗാട്ടി ഐലാൻഡിൽ വന്നു. അവിടെ ഫ്ലോട്ടിംഗ് എന്താ ഫ്ലോട്ടിംഗ് ആയിട്ടുണ്ട്, അതിന് പറയാം ജെട്ടി, ഫ്ലോട്ടിംഗ് ജെട്ടി കാണിച്ചു തന്നു കേട്ടോ. അപ്പം ഇത് എന്താ വെള്ളം ഇറങ്ങണ സമയത്ത് താഴത്തേക്ക് ഇറങ്ങുകയും ചെയ്യും, വെള്ളം കയറുമ്പോൾ മുകളിലേക്ക് കയറുകയും ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടോ. ഇതിനടിയിൽ എന്തോ ഫൈബർ എന്തോ ആണ് ഇത്ര. അപ്പം നല്ല രസം. എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവം നമ്മൾ വീട്ടിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാത്തതുകൊണ്ടാവും ഓരോന്ന് കാണുമ്പം അത്ഭുതമായിട്ട് തോന്നണേ. എന്നും ഇവിടെയൊക്കെ ഈ ലൈഫൊക്കെ ജീവിക്കുന്നവർക്ക് ഇതൊക്കെ എന്നും കാണുന്ന കാര്യങ്ങളല്ലേ. അപ്പം അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ
ആദ്യമായിട്ട് കാണുന്ന ചില കാര്യങ്ങൾ നമുക്ക് അത്ഭുതമായിരിക്കും. പിന്നെ വെള്ളി നക്ഷത്ര സിനിമയിലാണ് കേട്ടോ ഈ ഒരു ഭാഗം ആ പാട്ടിൻ്റെ സീനിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര നോസ്റ്റു അടിച്ചു കേട്ടോ. നമുക്കിതൊക്കെ നേരിട്ട് കാണാൻ പറ്റിയല്ലോ. പിന്നെ ബോൾഗാട്ടി പാലസ്, പിന്നെ മൈബോസിലാണ് തോന്നുന്നു കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം ഞാൻ അച്ചുവിൻ്റെ അടുത്തും പറഞ്ഞു കേട്ടോ, അവനും കൂടുതൽ കാണാൻ സാധ്യതയുള്ളത് മൈബോസാണ്, മൈബോസിലെ ദിലീപിൻ്റെ വീട്. അപ്പോൾ പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലായി കേട്ടോ. അപ്പൊ ഇതിനകത്ത് താമസിക്കാൻ ഒരു കോട്ടേജ് ഉണ്ട്, മറ്റേ നമ്മളെ ഹണിമൂൺ കോട്ടേജ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് താമസിക്കാൻ എന്തോ 6000-7000 ഒക്കെയാണ് ഒരു ഡേക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബോട്ട് ചേട്ടൻ എല്ലാം വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹണിമൂണൊക്കെ ആഘോഷിക്കുന്നവർ പോയി ആഘോഷിക്കട്ടെ, നമ്മളിതേ പുറത്തു കൂടെ ഇങ്ങനെ പോയി എല്ലാം കാണാം. ശരിക്കും പറഞ്ഞാൽ കണ്ടു തീരാൻ കൊതി തീരാത്ത കാഴ്ചകൾ തന്നെയായിരുന്നു കേട്ടോ. ഒന്നാമത്തേത് ഈ വെള്ളം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാക്കി എല്ലാത്തിനെക്കാട്ടിലും എനിക്ക് ഇഷ്ടമാണ് കടല്, വെള്ളം. വെള്ളം പേടിയാണ്, വെള്ളത്തിൽ ഇറങ്ങാൻ ഭയങ്കര പേടിയാണ്. എന്നാലും കാണാൻ ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര മനസ്സമാധാനം കിട്ടുന്ന കാര്യമാണ് നിറയെ വെള്ളമുള്ള ഏതെങ്കിലും ഒരു പരിസരത്ത് പോയിരുന്ന എനിക്ക് ഭയങ്കര മനസ്സമാധാനം കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര, എൻ്റെ മനസ്സിന് ഭയങ്കര സമാധാനവും ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു സുഖവും. നേരത്തെ പറഞ്ഞ പോലെ മഴയുടെ കുറവ്, അത്ര നേരം മഴ പെയ്തിട്ട് അപ്പോൾ മാത്രം മഴ ഉണ്ടായില്ല. ആ മഴയുടെ കുറവ് മാത്രം എനിക്ക് മിസ് ചെയ്തു. പണ്ടത്തെ കൊച്ചി രാജാവിൻ്റെ കൊട്ടാരമായിരുന്നു എന്നാട്ടോ പറഞ്ഞത്. കൊച്ചി രാജാവ് താമസിച്ചിരുന്ന കൊട്ടാരം. എന്നാലും നമ്മളിത് കൂടുതൽ അറിയാം ഒരുപാട് സിനിമകളൊക്കെ കണ്ടിട്ട്, ആ സിനിമയിൽ നിന്നാണല്ലോ നമുക്ക് കൂടുതൽ ഓർമ്മ കിട്ടുക. ഇത് ആ സിനിമയിൽ ഉണ്ടായിരുന്ന വീടാണ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും. അത് കഴിഞ്ഞ് നമ്മൾ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടൽ കണ്ടു കേട്ടോ. ഇതും ഇത് ഞാൻ യൂട്യൂബിൻ്റെ ഒരു ഇവൻറ്റിന് ഈ ഹോട്ടലിൽ വെച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഞാൻ പോയിണ്ടായിരുന്നില്ല, ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് കേട്ടോ. അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ അവരുടെ തന്നെ പൈക്കപ്പൽ, എന്താ ഇതിന് പറയാ, പായ്ക്കപ്പലല്ലേ, അപ്പോൾ അതും കണ്ടു കേട്ടോ. ഇതിനൊക്കെ അപ്പോൾ നമ്മളെ ബോട്ടടിക്കുന്ന ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ അത്യാവശ്യം 25,000 ഒരു ദിവസം. അത് എത്ര ആളുണ്ടെങ്കിലും കേട്ടപ്പോൾ തോന്നി. അപ്പോൾ നമുക്കൊന്നും പറ്റിയ കാര്യമല്ല. ആരപ്പോൾ 25,000 കൊടുത്ത് ഞാനൊന്നും പോയിട്ട് ഒരിക്കലും താമസിക്കും തോന്നുന്നില്ല. അപ്പോൾ കാശുള്ളവർ പോയി താമസിക്കട്ടെ, നമുക്കിതൊക്കെ ഇങ്ങനെ കാണാം, കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു കാലത്ത് നമുക്കും അതിനൊക്കെ സാധിക്കട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കാം, അല്ലേ? അതല്ലേ ഇപ്പം പറ്റുള്ളൂ. പിന്നെ അതേ ഈ ഒരു തുരുത്ത് കാണിച്ചിട്ട് പറഞ്ഞു ഇതിനകത്ത് പാമ്പുകൾ അത്രയും നിറയെ, മനുഷ്യവാസം ഇല്ലാത്ത തുരുത്താണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പിടിക്കുന്ന പാമ്പുകൾ, നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചാൽ ആ നാട്ടിൽ നിന്നൊക്കെ പിടിക്കുന്ന പാമ്പുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെയാണ് ഇത്ര ഇടാറുള്ളത്. പക്ഷെ അവർ വെള്ളത്തേക്ക് ഇറങ്ങില്ല അത്ര, ഉപ്പുവെള്ളമായതുകൊണ്ട്. കേട്ടപ്പോൾ എനിക്കൊരു സമാധാനം കിട്ടി. ഇതിനകത്ത് ആളെ പിടിച്ച് വിഴുങ്ങാൻ പാകത്തിൽ വലിപ്പമുള്ള പാമ്പുകളടക്കം ഉണ്ടെന്ന് ആ ചേട്ടൻ പറഞ്ഞപ്പോൾ അതൊരു അതിശയോക്തിയായി തോന്നിട്ടോ. അനോകൊണ്ടൊക്കെയല്ലേ മനുഷ്യരെ വിഴുങ്ങുക, അപ്പം അത്ര വലിപ്പമുള്ള പാമ്പുകളടക്കം അതിനകത്ത് ഉണ്ട് എന്ന് കേട്ടപ്പോൾ പിന്നെ പറയുകയും ചെയ്തു കേട്ടോ, അതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ ജീവനോടെ പുറത്തു വരില്ല എന്ന്. പിന്നെ നമ്മൾ കപ്പൽ കാണാനാട്ടോ പോയത്. അപ്പോൾ 2 കപ്പൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇപ്പോഴാണ് ആലോചിക്കണേ, ഇത്രയും 38 വയസ്സായി ഞാൻ ആദ്യമായിട്ടാണ് കപ്പൽ കാണുന്നത്. എന്താല്ലേ ഇത്രയും കപ്പൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടിരുന്നതൊന്നും കപ്പലല്ല എന്ന് ഇപ്പോഴാണ് മനസ്സിലായി. ഇത്രയും വലിപ്പമുള്ള കപ്പൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഇത് ചരക്ക് കപ്പൽ എന്ന് പറയുന്ന ആ കപ്പലല്ലേ, യാത്രക്കാർ കയറുന്ന കപ്പൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരു കപ്പലിനകത്ത് എന്തോ 1000 കണ്ടെയ്നറും അതിൻ്റെ പിറകിൽ നിൽക്കുന്നതിനകത്ത് 3000-ൻ്റെ അടുത്ത് കണ്ടെയ്നേഴ്സും നിറയ്ക്കാൻ പറ്റൂത്രേ. ആ റെഡ് കളർ കാണുന്നതാണ് അതിൻ്റെ ലെവല്. അത്രയും അത് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുന്ന പറയണേ ഈ കണ്ടെയ്നറൊക്കെ നിറച്ച് കഴിഞ്ഞാൽ. പിന്നെ പറഞ്ഞു നമ്മളുടെ ടൈറ്റാനിക് കപ്പൽ മുങ്ങിയതിന് ശേഷം അത്രേ ഈ കപ്പലിൻ്റെ ഒക്കെ മുന്നിൽ ഇങ്ങനെ ഒരു മൊന പോലെ നിൽക്കുന്നില്ല, നമ്മൾ പെൻസിലെത്തി അതേമാതിരി ആക്കിയത് ടൈറ്റാനിക് കപ്പൽ മഞ്ഞുമലയ്ക്ക് ഇടിച്ചിട്ട് അങ്ങനെ ആയതിന് ശേഷം അത്രേ. അങ്ങനെ കപ്പലും കണ്ടു. അത് കഴിഞ്ഞ് കടലും ഈ കായലും കൂടി ചേരണ ഭാഗം കൂടി ഉണ്ട്, അതും കൂടെ കാണുമോ ചോദിച്ചപ്പോൾ വേണ്ട, നമുക്കിതെല്ലാം കഴിഞ്ഞ് വേഗം വീട്ടിലേക്ക് തിരിച്ചു വരണ്ടേന്ന് കണ്ടിട്ട്
അങ്ങനെ നമ്മളത് വേണ്ട എന്നുള്ള തീരുമാനത്തിൽ എത്തിയിട്ടോ. അങ്ങനെ തിരിച്ചു വരികയാണ്. അപ്പം ഇതുവരെ കണ്ട കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് നേരത്തെ ഒരു സ്വപ്ന ലോകത്തായിരുന്നു. അത് കഴിഞ്ഞാൽ വീണ്ടും റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരണ്ടേ എന്ന് തോന്നുമ്പോൾ ഒരു വിഷമമുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വേഗം വരികയാണ് ഉണ്ടായി. അവിടുന്ന് ബസ് കയറി, അല്ല അവിടുന്ന് നേരെ നമ്മൾ മെട്രോയിൽ കയറി ആലുവയിൽ വന്നു. അവിടുന്ന് നമ്മുടെ നാട്ടിലേക്കുള്ള ബസ് പിടിക്കുകയാണ് ചെയ്തത് കേട്ടോ. യാത്ര ഭയങ്കര ശോകമായിരുന്നു. ബസ്സിലെ തിരക്കും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് എനിക്ക് വ്ളോഗ് ഇതുവരെ പോകാൻ പറ്റിയുള്ളൂ. പിന്നെ നിങ്ങൾ കുറേ പേര് ഇപ്പോൾ ചോദിക്കും, കമൻ്റ് ഇടും, ഉണ്ണി എന്ത് പഠിക്കാനാണ്, എന്തിനാണ് അഡ്മിഷൻ എടുത്തതെന്ന്. ഹോട്ടൽ മാനേജ്മെൻറ്റിനാണ് അഡ്മിഷൻ എടുത്തത് കേട്ടോ. അപ്പോൾ കൊച്ചിയിലെ IIMS എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ, അവിടെയാണ് അവൻ അഡ്മിഷൻ എടുത്തത്. അപ്പം ഇനി കുറച്ച് കാലം ഉണ്ണി കൊച്ചിക്കാരനായിരിക്കും. ക്ലാസ് തുടങ്ങിയിട്ടില്ല എന്നാണ് വീട്ടിൽ നിന്ന് ഇനി അവിടേക്ക് പോവാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്പം പറയാം കേട്ടോ. അപ്പം നമ്മളെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യാം. അപ്പം നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.